എറണാകുളം ജില്ലയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷം. 190 MLD പ്ലാന്റ് വന്നാലേ പരിഹാരമാകൂവെന്ന റിപ്പോർട്ട് വന്നിട്ടും പദ്ധതി ആരംഭിക്കാതെ സംസ്ഥാന സർക്കാരും. തീരദേശ മേഖലയിലും നഗര പ്രദേശങ്ങളിലും കുടിവെള്ളം കിട്ടാതെ വലഞ്ഞിരിക്കുകയാണ് നാട്ടുകാർ. ഒരു പാത്രം വെച്ച് വെള്ളം കോരിയാണ് ഞങ്ങൾ എടുക്കുന്നത്. നേരം ഇരിക്കണം, വൈകുന്നേരം വരെ ഇരുന്ന് കോരിയാലേ ചാമ്പിയൊക്കെയാണ് എടുക്കണത്. ചാമ്പുമ്പോൾ ഞങ്ങൾക്ക് വയ്യാതെ വരുന്നുണ്ട്. ഇപ്പം പാത്രം വെച്ചിട്ട് നീരതായിട്ട് വീഴുമ്പോൾ അതിൽ നിന്ന് കോരിയെടുക്കും. വെള്ളത്തിൻ്റെ ഇത് ഞങ്ങൾ കുറേ സമരങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോഴെങ്കിലും കുറച്ച് വെള്ളം വന്നിരുന്നത്. അപ്പം അതും ഇല്ലാതെ വേനലെടുത്തതോടെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ വരയുന്ന വൈപ്പിൻ ഞാറയ്ക്കൽ നിവാസിയായ വീട്ടമ്മയുടെ വാക്കുകളാണിത്. അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം നിലനിൽക്കെ തദ്ദേശ സ്ഥാപനങ്ങളും ഒരു പരിഹാരമാർഗവും തേടുന്നില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിൽ കുടിവെള്ളം കിട്ടിയിരുന്നിടത്ത് ഇപ്പോൾ അതും ഇല്ലാത്ത അവസ്ഥയാണ്. ബോർവെൽ പോലും താഴ്ത്താൻ പറ്റൂല. ബോർവെല്ലൊക്കെ താഴ്ത്തി കഴിഞ്ഞാൽ തന്നെ ഉപ്പുവെള്ളം, ചെളി അങ്ങനെയുള്ളതൊക്കെ ആയതുകൊണ്ട് ഈ വെള്ളം തന്നെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അത് നേരെ ചൊവ്വ കിട്ടുന്നില്ല വെള്ം. ഉടനെ തന്നെ ശരിയാക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ എറണാകുളം ജില്ലയിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 190 MLD പ്ലാന്റ് സ്ഥാപിക്കുകയാണ് പരിഹാരമെന്ന് കണ്ടെത്തിയെങ്കിലും പണമില്ലെന്ന കാരണം പറഞ്ഞ് പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ്. കൊച്ചി നഗരത്തിലും ഗ്രാമപ്രദേശങ്ങളിലുമെല്ലാം കുടിവെള്ളക്ഷാമം ഒരുപോലെ രൂക്ഷമായിരിക്കുന്നു. കാക്കനാട് ഭാഗത്ത് 4 ദിവസത്തിലൊരിക്കലാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ തന്നെ പലർക്കും ടൈലൻഡിൽ വെള്ളം കിട്ടുന്നില്ല. അതേപോലെ തന്നെ സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് കോർപ്പറേഷനിൽ. ഇതേസമയം വ്യവസായ ആവശ്യത്തിനായി കിൻഫ്രയ്ക്ക് 49 MLD വെള്ളം പ്രത്യേക പൈപ്പ് സ്ഥാപിച്ച് പെരിയാറിൽ നിന്ന് പമ്പ് ചെയ്ത് നൽകുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.